ഫുട്ബോൾ ഇതിഹാസം മെസ്സിയുടെ പേരിലെ സാമ്പത്തിക തട്ടിപ്പ് അന്വേഷിക്കാൻ ഇ ഡി എത്തും. കായിക സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡിയുടെ നീക്കം. ഫെമ നിയമപ്രകാരമായിരിക്കും കേസെടുത്ത് അന്വേഷണം നടത്തുക. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, വളരെ വലിയ സാമ്പത്തിക ആരോപണങ്ങൾ നിലനിൽക്കുന്ന കേസാണ് ഇപ്പോൾ ഈ കൃത്യമായി ഫുട്ബോൾ ഇതിഹാസം മെസ്സിയുടെ പേരിൽ നടത്തിയിട്ടുള്ള തട്ടിപ്പ്. ഈ തട്ടിപ്പിലാണ് ഒരു ഇടനിലക്കാരൻ, പ്രത്യേകിച്ചും ഒരു വാർത്താ ഏജൻസിയെ തന്നെ, അതിൻ്റെ ഉടമയെ തന്നെ ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ സർക്കാർ അത് ഏർപ്പെടുത്തി നൽകിയെന്നുള്ളതാണ്. വലിയ സാമ്പത്തിക തട്ടിപ്പ് ഇതിൻ്റെ മറവിൽ നടത്താനായിരുന്നു നീക്കം. എന്തായാലും ഇക്കാര്യത്തിൽ കൃത്യമായി ഇ ഡി അന്വേഷണത്തിലേക്ക് വരുന്നു. അപ്പോൾ ഇ ഡി ഇതിന്മേലുള്ള അന്വേഷണം നടത്തുന്നതോടെ കൃത്യമായി ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രതികൾ അത് അവർ ശിക്ഷിക്കപ്പെടും എന്ന് തന്നെ നമുക്ക് കരുതാൻ കഴിയുമോ ജിജീഷ്? വിനോദ്, ഇവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം കൂടി വരുന്നതോടുകൂടി തന്നെ പ്രതികൾക്ക് ഉണ്ടായിരുന്ന എല്ലാ സംരക്ഷണവും മാറിക്കിട്ടും. കൃത്യമായ അന്വേഷണം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് നമ്മൾ അക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഫെമ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തതിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തടസ്സങ്ങളില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്ത് ECI രജിസ്റ്റർ ചെയ്ത് തുടരന്വേഷണത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുന്നത്. അത് കായിക വകുപ്പ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. കാരണം PMLA കേസുകളിൽ മാത്രമാണ് ഏതെങ്കിലും ഒരു പോലീസ് കേസുകളോ ക്രൈംബ്രാഞ്ച് കേസുകളോ വിജിലൻസ് കേസുകളുടെയോ FIRന്റെ അടിസ്ഥാനത്തിൽ കേസിലേക്ക് കടക്കാൻ കഴിയുക എന്ന ഒരു പരിമിതി ഇടിക്കുള്ളത്. എന്നാൽ ഫെമ കേസുകളിൽ അത്തരത്തിലുള്ള വിദേശ നാണ്യവിനിമയ ചട്ടങ്ങൾ ലംഘിച്ചതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള പരിമിതികളില്ല. കേസെടുക്കുന്നതിന് സ്വമേധയാ കേസെടുക്കാം. സർക്കാർ നൽകുന്ന റിപ്പോർട്ട് അത് സ്വീകരിച്ചുകൊണ്ട് അന്വേഷണവുമായി മുന്നോട്ട് പോകാം. നേരിട്ട് ആരെങ്കിലും പരാതി നൽകിയാലും ഫെമ പ്രകാരം കേസെടുത്ത് മുന്നോട്ട് പോകാം. ഇവിടെ വലിയൊരു ക്രമക്കേടാണ് നടന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമികമായ അവരുടെ പരിശോധനയിൽ മനസ്സിലാക്കിയിരിക്കുന്നത്. ഏതാണ്ട് 200 കോടിയോളം രൂപയുടെ ഇടപാടുകൾ നടന്നതായി സംശയിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ആൻഡോ അഗസ്റ്റിൻ പണം എങ്ങോട്ടാണ് അയച്ചത്? റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗിന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ആൻഡോ അഗസ്റ്റിൻ പണം നൽകിയെന്ന് പറയുന്നുണ്ട്. അത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനാണ് പണം നൽകിയതെന്ന് പറയുമ്പോൾ ആ പണം വിദേശത്തേക്ക് കൈമാറിയിട്ടുണ്ട് എങ്കിൽ അത് നിയമപ്രകാരമായിരുന്നോ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്നാൽ അത് തെളിയിക്കുന്ന രേഖകൾ ഒന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല. കായിക വകുപ്പിന്റെ അന്വേഷണത്തിലും അക്കാര്യത്തിൽ കായിക മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിലും അത്തരത്തിലുള്ള രേഖകളൊന്നും ലഭിച്ചില്ല. അങ്ങനെയെങ്കിൽ പണം പുറത്തേക്ക് അനധികൃതമായി കടത്തിയിട്ടുണ്ടാകാം, അനധികൃത ഇടപാടുകൾ നടന്നിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് ED മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്.